അപ്പൊ ഇന്നത്തെ ഫുക്കോക്കിൽ നമ്മളുടെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴായി കണ്ടതാണ് ഈ പൂച്ചക്കുട്ടികളെ. ഭയങ്കര ഇങ്ങനെ അടുത്തേക്ക് വന്ന് ഒട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അതിനവിടെ ഇട്ട് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബന്മി വാങ്ങിച്ച് അടുത്തുള്ള ഒരു കഫേയിൽ കയറി. ഇവിടെ മിക്കവാറും എല്ലാ കഫേസിലും നമ്മൾ ചെന്ന് കയറുമ്പോഴേതാ ഈ ഒരു ടീ സെർവ് ചെയ്യും കേട്ടോ. ഫ്രീ ആയിട്ട് നമ്മളുടെ നാട്ടിൽ വെള്ളമൊക്കെ സെർവ് ചെയ്യുന്ന പോലെ. ബന്മി കഴിച്ചു, ഈ ഒരു കോക്കനട്ട് കോഫി കഴിച്ചു, ഒരു മാംഗോ സ്മൂത്തി കഴിച്ചു, പിന്നെ ഒരു വിയറ്റ്നാമീസ് കോഫിയും കഴിച്ചു. നമ്മൾ കഫേന്ന് പരിചയപ്പെട്ട ഒരാള് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. ഇനി ഓരോന്നും ടേസ്റ്റ് ചെയ്യാണ്. ആദ്യം ഞാൻ ആ ഒരു കോക്കനട്ട് കോഫി കഴിച്ചു, അത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. മധുരം കുറച്ച് കുറവാണ് കേട്ടോ. മാംഗോ സ്മൂത്തി കൊള്ളാം. വിയറ്റ്നാമീസ് കോഫി ഭയങ്കര കയ്പായിരുന്നു. എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇന്നത്തെ ഈ ഒരു വ്ലോഗിന്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ എന്റെ പേരിന്റെ തൊട്ട് താഴെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ബീച്ചിലേക്ക് വന്നു. കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ചും കൂടി മാംഗോയും ചിക്കും ഒക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കു. ഇവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ, ഒരു ഓർമ്മയ്ക്കായിട്ട്. നമ്മൾ കുറെ പ്രാവശ്യം മാങ്ങ കഴിച്ചില്ലേ, അതെല്ലാം ഇവിടുന്നാണ്. പിന്നെ നമ്മൾ എയർപോർട്ടിലേക്കുള്ള ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ചൈനീസ് കപ്പിളിനെ കണ്ടു. അവർക്ക് വിൻവണ്ടേഴ്സ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് പോകണം. അപ്പൊ അതിനായിട്ട് എവിടെയാ ബസ് നിർത്തുക എന്നുള്ളത് ചോദിക്കായിരുന്നു കേട്ടോ നമ്മളോട്. അപ്പൊ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലെത്തി. ഇവിടുന്ന് നേരെ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ ഉമ്മച്ചിയും പപ്പ എല്ലാവരും നാട്ടിലേക്കും ഞാനും ഷായി നേരെ ഹനോയിലേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളും താഴെ കൊടുത്തിട്ടുള്ള ഫുൾ വീഡിയോയിലുണ്ട്, കാണാൻ മറക്കരുതേ.